ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 7. ഇന്ന് നമ്മൾ നോക്കുന്നത് അധ്യായം 1-ലെ 26 മുതൽ 31 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെ പ്രധാന ദേവതകൾ ആദ്യം പറയുന്നത് സൂര്യനാണെങ്കിലും സവിതാവാണെങ്കിലും പിന്നീടുള്ളതെല്ലാം യജ്ഞമാണ്. ആദ്യത്തെ സവിതാവിനെ സൂര്യനെ പറ്റിയുള്ളത് ആദ്യം നോക്കാം. 26-ലേത് ഇവിടെ പറയുന്നത് ഭൂമിക്ക് മേലെ വന്നുപെട്ടിരിക്കുന്ന തിന്മയെ ഞാൻ, അതായത് സവിതാവ്, പൂർണ്ണമായി തുടച്ചു മാറ്റട്ടെ. സൂര്യനാണ് ഭൂമിക്ക് മേലെ ഉണ്ടാകുന്ന എല്ലാ തിന്മകളെയും ഇല്ലാതാക്കുന്നത്. കാരണം ഈ ഭൂമിയാകുന്നത് സൂര്യനുള്ളതുകൊണ്ടാണ്. സൂര്യൻ്റെ ആ ചൂടെല്ലാം കിട്ടുന്നതുകൊണ്ടാണ് ഭൂമിയിൽ ചെടികളെല്ലാം വളരുന്നതും അല്ല. അപ്പോൾ സൂര്യൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥിതിയും ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള സ്ഥിതിയും അകലെയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ ചലനമനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അപ്പോൾ എന്ത് അധർമ്മങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിലും അതെല്ലാം ഇല്ലാമായി ചെയ്യുന്നത് കാലമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ തന്നെ പറഞ്ഞത്, അധർമ്മികൾ പെരുകുമ്പോൾ ഞാൻ വരും. കൃഷ്ണൻ കാലമാണ്. അതായത് ആ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു പ്രത്യേക സ്ഥാനം വരുമ്പോൾ, നല്ലൊരു കാലത്തിലേക്ക് വരുമ്പോൾ അധർമ്മങ്ങളെല്ലാം ഇല്ലാതാകും. എന്നിട്ട് തൊഴുത്തുകളിലേക്ക് നീങ്ങുന്നു പറയുമ്പോൾ, തൊഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എല്ലാം സമൃദ്ധിയായി വരും. എല്ലാം സമൃദ്ധിയായിരിക്കും. ഉദാഹരണമായിട്ട് നല്ല മഴയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കൃഷികൾ വളരെ നല്ലവണ്ണം പോഷിക്കപ്പെടും. കൃഷി പോഷിക്കുമ്പോൾ ഇഷ്ടംമാതിരി കന്നുകാലികൾക്കെല്ലാം തിന്നാനുള്ളത് കിട്ടും. അപ്പം കന്നുകാലികളെ വളർത്താനുള്ള സൗകര്യങ്ങളുണ്ടാകും. അങ്ങനെ തൊഴുത്തുകളെല്ലാം സമൃദ്ധമാകും. ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും. അതുകൊണ്ടാണ് ഇത് തൊഴുത്തുകളെല്ലാം സമ്പന്നമാകുന്നത്. ആകാശത്ത് മഴ പെയ്യുമ്പോൾ കൃഷി നല്ലവണ്ണം ഉണ്ടാകും. അപ്പം ലോകത്തിന് പുരോഗതി ഉണ്ടാകും. കൃഷി പുരോഗമിക്കുമ്പോൾ ചെടികൾ ധാരാളം ഉണ്ടാകും. അപ്പം കന്നുകാലികൾക്ക് ഇഷ്ടം വാരി തിന്നാനുണ്ടാകും. ആ സ്ഥലങ്ങളിൽ കന്നുകാലികൾ പെരുകും. അപ്പോൾ ഇതെല്ലാം മഴയെ ആശ്രയിച്ച് കിടക്കുകയാണ്. അതെല്ലാം സൂര്യനെയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. സൂര്യൻ ഭൂമിയിലെ വെള്ളത്തെ ഓർത്തിയിട്ട് മേഘമാക്കുന്നു. പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ ഇപ്പം കർക്കിടകം, ഇടവം, ഈ മാസങ്ങളിലെല്ലാം നല്ല മഴയായിട്ട് അത് പെയ്യുന്നു. സൈക്ലിക്കായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വെറുക്കപ്പെടുന്നവരെയും ഈ ശക്തിവിശേഷം ഓടിക്കട്ടെ. പ്രപഞ്ചശക്തി ജഗന്നാഥൻ ഓടിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിക്ക് വിഷ്ണു ഓടിക്കട്ടെ എന്നെല്ലാം ചിന്തിക്കാം. ഈ ലോകത്തിൽ അധർമ്മികൾ പെരുകുമ്പോഴാണ് നമ്മൾ വെറുക്കുന്നവരുണ്ടാകുന്നത്, നമ്മളെ വെറുക്കുന്നവരെല്ലാം ഉണ്ടാകുന്നത്. അധർമ്മം പെരുകുമ്പോൾ. അല്ലാതെ എല്ലാവരും സ്നേഹത്തോടെ വസിക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അധർമ്മം പെരുകുമ്പോൾ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാലമാകുന്നു. അതാത് കാലങ്ങളിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ആ അധർമ്മികളായ ഭരണാധികാരികളിൽ എടുത്തു ദൂരക്കളയും. നെപ്പോളിയനും അധർമ്മികളായ എത്ര ഭരണാധികാരികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തച്ചുടച്ചിട്ട് തന്നെയാണ് പുതിയ വ്യവസ്ഥിതിയിലേക്കെല്ലാം മാറി പോകുന്നത്. പണ്ട് രാജഭരണമായിരുന്നു. ഗോത്ര കാലഘട്ടത്തിലെല്ലാം അധർമ്മമായിരുന്നു കൂടുതൽ. കാരണം ഒരാൾക്ക് അന്ന് തിന്നാൻ സാധനമൊന്നുമില്ല. അപ്പം ഉള്ളവൻ്റെ പോയി കൊന്നിട്ട് അവരെല്ലാം എടുത്തുനിന്ന് അടിച്ചു കൊണ്ടാന്നിട്ട് തിന്നുന്ന പരിപാടിയാണ്. ഇന്നത് നടക്കില്ല. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് അധർമ്മികളെല്ലാം ഇല്ലാതാക്കിയിട്ട് പിന്നെ കൊളോണിയലിസം വന്നു. പിന്നെ ജനാധിപത്യം, ജനങ്ങളുടെ ഭരണം വന്നു. അങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ഇത്തരം അധർമ്മികളെയൊന്നും നമ്മളുടെ നേരെ പറഞ്ഞു വിടരുത്. കാരണം എന്താണ്? സൂര്യനാണ് ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത്. അതൊരു പ്ലാൻ അനുസരിച്ചാണ് നടപ്പാക്കുന്നത്. അപ്പം പ്ലാൻ അനുസരിച്ച് നടപ്പാക്കുമ്പോൾ ലോകം പുരോഗമിക്കും. അപ്പോൾ അങ്ങനെ നടപ്പാക്കുമ്പോൾ ചില വ്യക്തികളെയെല്ലാം വെച്ചുകൊണ്ടായിരിക്കും നടപ്പാക്കുക. അപ്പോൾ അവർ വ്യക്തികളുടെ ദൂഷ്യം കൊണ്ട്, അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയുടെ പാളിച്ച കൊണ്ട്
അധർമ്മികൾ ഉണ്ടാകും. ആ അധർമ്മികൾ പെരുകുമ്പോൾ ഒരു അവസ്ഥ എത്തുമ്പോൾ കാലം തന്നെ അതൊന്ന് മാറ്റും. അതുകൊണ്ട് ആരോടേ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ? ആ സൂര്യനോട് തന്നെ, അല്ലെങ്കിൽ വിഷ്ണുവോടെ ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ. നമ്മളെ ഭൂമിയിലേക്ക് ഇങ്ങനെ അധർമ്മികളെ വിടരുതേ, വിട്ടെങ്കിൽ അവർ ഇല്ലാതാക്കരുത്. പിശാചി രൂപത്തിലുള്ള ശത്രുക്കളെ നമ്മുടെ തേജസ്സിന്മേലൊന്നും പതിക്കാതിരിക്കട്ടെ. അതായത് നമ്മൾ ഈ ലോകത്തിലുണ്ടാകുന്ന നമ്മുടെ സൗഭാഗ്യങ്ങളുടെ മേലെയൊന്നും, നമ്മുടെ തേജസ്, നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ മേലെയൊന്നും പിശാച് പോലെയുള്ള ശത്രുതയൊന്നും വന്ന് പതിക്കാതിരിക്കട്ടെ. ഇപ്പം പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഗ്രഹങ്ങളുടെ ബലങ്ങളെയാണ് പിശാചെല്ലായിട്ട് ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഗ്രഹങ്ങളുടെ ബലങ്ങൾ വളരെ മോശമായി വരുമ്പോൾ പിശാച് ബാധിച്ച പോലെ മലകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് വെള്ളപ്പൊക്കമെല്ലാം ഉണ്ടായി, കുത്തൊഴുക്കുണ്ടായി, മലയിടിച്ചിലുണ്ടായി, ഇതെല്ലാം പിശാച് ബാധയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഗ്രഹങ്ങൾ ഇങ്ങനെ ദോഷമായിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് പിശാച് എന്ന് ബാധ എന്നെല്ലാം പറയുന്നത്. അത് ചില മനുഷ്യരിലും ഗ്രഹങ്ങൾ മോശമാകുമ്പോൾ ആ സ്വഭാവങ്ങളെല്ലാം അവരിൽ പ്രത്യക്ഷമാകും. അതൊന്നും നമ്മൾ തേജസ് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ പിന്നാലെ വരുന്ന തലമുറകളും അങ്ങനെ തന്നെയാകട്ടെ. അതായത് തലമുറകളും വളരെ സുഖമായിട്ട് ഇന്നത്തെ കാട്ടിയും നല്ല നിലയിൽ പോകട്ടെ എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. പണ്ട് ഗോത്ര കാലഘട്ടത്തിലുള്ള മാതിരിയല്ല ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത്. ഇത് നാളെ നമ്മുടെ തലമുറ എന്തായിരിക്കും? ഇതിലും സുഖമായിട്ടാണ് ജീവിക്കുക. അത് കാലം മാറുന്നതനുസരിച്ച് ലോകം പുരോഗമിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ളത് സൂര്യനാണ്. ഇനി 27 ഇത് മുതൽ യജ്ഞമാണ് ദേവത. അപ്പോൾ യജ്ഞങ്ങൾ നടക്കുന്നത് വേദങ്ങളിലെല്ലാം ഛന്ദസ് പറഞ്ഞിരിക്കും. അപ്പം നാമും ഈ ഭൂമിയിൽ നടക്കുന്ന യജ്ഞങ്ങളെയെല്ലാം ഗായത്രി ഛന്ദസ് കൊണ്ടാണ് പൊതുവെ പറയാറ്. അത് തന്നെയാണെന്നില്ല. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഭൂമിയും നമ്മുടെ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും, പിന്നെ നമ്മൾ ബഹിരാകാശത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടാവുക, ഇതെല്ലാം ഗായത്രി ഛന്ദസ്സില നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്ന യജ്ഞങ്ങൾ ഗായത്രി ഛന്ദസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം ഗായത്രി ഛന്ദസ്സാണെങ്കിൽ അത് നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ഭൂമി സൗരയൂഥ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട യജ്ഞങ്ങളാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഭൂമിയും ശിവയും പരിപുഷ്ടവുമായ യജ്ഞങ്ങളെ ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ, ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? കല്ലും മണ്ണും എല്ലാം. അതിനെ കൊണ്ടാണ് നമ്മൾ പഠിക്കുക, രസതന്ത്രം ഉപയോഗിച്ചിട്ടാണ്. അത് പാതാള ലോകമാണ്. ഭൂമിക്കടിയിലുള്ളത് പാതാള ലോകം. അതിലാണ് മണ്ണും കല്ലും എല്ലാം ഉള്ളത്. അത് നമ്മളെ സൂക്ഷ്മമായി പഠിക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചായി യജ്ഞം ചെയ്യുക. അത് അധികവും കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ശിവവും എന്ന് പറയുമ്പോൾ, ശിവൻ എന്ന് പറഞ്ഞാൽ രുദ്രനാണ്, ആറ്റങ്ങളാണ്. അപ്പം ആറ്റങ്ങളെ പറ്റി പഠിക്കുന്നത്, ഭൂമിക്കറിയിലുള്ള മെറ്റീരിയലുകളെ പറ്റി പഠിക്കുന്നത്, അതായത് കെമിസ്ട്രിയാണ്. മോസ്റ്റ്ലി കെമിസ്ട്രിയാണ്. ഭൂമിക്കടിയിലുള്ളത് എന്താണ്? സിലിക്കൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പെട്രോൾ ഉണ്ട്. ഇതെല്ലാം കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം യജ്ഞങ്ങളെല്ലാം ത്രിഷ്ടൂപ ഛന്ദസ്സിലാണ് നടക്കുന്നത്. ത്രിഷ്ടൂപ ഛന്ദസ് 3 എന്താണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, കെമിസ്ട്രീൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. അത് വെച്ചിട്ട് ത്രിഷ്ടൂപ ഛന്ദസ്സിലാണ് ഈ യജ്ഞങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അതിൽ പരിഗ്രഹിക്കുന്നു. പിന്നെയോ ജഗതി ഛന്ദസ്സിനാലും പരിഗ്രഹിക്കുന്നു. ജഗതി ഛന്ദസ് എന്ന് പറഞ്ഞാൽ, ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്ത് എന്ന് പറയാം, പ്രപഞ്ചം എന്ന് പറയാം. അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്, ബഹിരാകാശത്തെ പറ്റിയെല്ലാം പഠിക്കുന്നതിനെ ഗായത്രി ഛന്ദസ്സിലാണ് അത്തരം മന്ത്രങ്ങൾ. ഇപ്പം പ്രപഞ്ചവുമായിട്ട് 7 ലോകങ്ങളുണ്ട്, അതിനെപ്പറ്റിയെല്ലാം വരുന്ന വിഷയങ്ങൾ ഗായത്രി ഛന്ദസ്സിലൂടെയാണ് വേദങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്.
ഛന്തസ് നോക്കിയിട്ടാണ് എന്ത് വിഷയത്തെ പറ്റിയാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കെമിസ്ട്രി, ഭൂമിക്കടിയിലുള്ള പാതാള ലോകം, കെമിസ്ട്രി, മെറ്റീരിയൽസിനെ പറ്റിയെല്ലാം പഠിക്കുന്നത് ത്രിഷ്ടൂപ് ഛന്തസ്. വേദങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നത് മോസ്റ്റ്ലി ത്രിഷ്ടൂപ് ഛന്തസ്സിലായിരിക്കും. നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത് ഗായത്രി ഛന്തസ്സിലായിരിക്കും. മുകളിലുള്ള പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട വാനനീൽ അതെല്ലാം വരുന്ന കാര്യങ്ങൾ ജഗതി ഛന്തസ്സിലുമാണ് പറയുക. യജ്ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി 28 ഇവിടെ ഭൂമിയുടെ കൃപയാലാണ് നമ്മളിവിടെ എല്ലാ യജ്ഞം. ഭൂമിയുടെ കൃപ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന, ഭൂമി നമുക്ക് നൽകുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ, ഇവിടെ ദേവത യജ്ഞം തന്നെയാണ്, യജ്ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെ യജ്ഞങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ ക്ഷേമത്തിനായിട്ട് ചന്ദ്രനിൽ നിന്ന് അന്നവും സുഖസൗകര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. ചന്ദ്രൻ നമ്മുടെ ചെടികളിൽ ഔഷധ ഗുണങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് ചന്ദ്രൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചെടികളുടെ വളർച്ച ചന്ദ്രനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട്, സൂര്യനുമായിട്ടുണ്ട്, ചന്ദ്രനുമായിട്ടുണ്ട്. ആ ചെടികളിൽ ഉണ്ടാകുന്ന ഫലങ്ങളിലുള്ള അമൂല്യ വസ്തുക്കളുടെ വൈറ്റമിനും അതും ഇതുമെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചന്ദ്രൻ്റെ ആകർഷണ ബലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ചന്ദ്രനും നമ്മുടെ സൂര്യൻ മാത്രമല്ല, ചന്ദ്രനും എല്ലാം നമുക്ക് അന്നം നൽകുന്നത്. ചന്ദ്രനിൽ നിന്ന്, ചെടികളിൽ നിന്നാണ് നമുക്ക് ധാന്യങ്ങൾ, പഴങ്ങൾ എല്ലാം കിട്ടുന്നത്. അതെല്ലാം ചന്ദ്രൻ സ്വാധീനിക്കുന്നു. അത് ചന്ദ്രൻ നൽകട്ടെ. അപ്പം അത്തരം യജ്ഞങ്ങളിലെല്ലാം ചന്ദ്രനും പങ്കെടുക്കുന്നുണ്ട്. അതിലൂടെ സുഖസൗകര്യങ്ങളും നൽകട്ടെ. ചന്ദ്രനും നമുക്ക് സുഖസൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. നമ്മുടെ മനസ്സ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ചന്ദ്രൻ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ടാകും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ യജ്ഞങ്ങൾ നടത്തും. അപ്പം നമ്മളുടെ യജ്ഞങ്ങളുടെ എല്ലാ സഫലത ചന്ദ്രനുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹൂർത്തങ്ങളെല്ലാം കർത്തവാവിലൊന്നും നല്ല പ്രവൃത്തികളൊന്നും ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സൊന്നും നല്ല നിലയിലായിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ തെറ്റ് പറ്റാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. മനസ്സിനെ നമ്മൾ നാഡികളിലൂടെ സൂര്യനും ചന്ദ്രനും അല്ല. അപ്പം ചന്ദ്രനും സുഖസൗകര്യങ്ങളിൽ നൽകുന്നതിന് ചന്ദ്രനും നമ്മളെ സ്വാധീനിക്കുന്നില്ല. നമ്മുടെ കർമ്മങ്ങളെയെല്ലാം സൂര്യനും ചന്ദ്രനും സ്വാധീനിക്കുന്നുണ്ട്. ഈ അനുഷ്ഠാനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയാണ് ഋഷികൾ വ്യാപൃതരായിരിക്കുന്നത്. അപ്പം ഇത്തരം യജ്ഞങ്ങളിലാണ് ഋഷികൾ വ്യാപൃതരായിരിക്കുന്നത്. ഇത്രയും ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞങ്ങളിലാണ് ഋഷികൾ വ്യാപൃതരായിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഋഷികൾ ഈ ഗ്രഹങ്ങളെയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള യജ്ഞങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. അതായത് ഋഷികൾ യജ്ഞങ്ങൾ നടത്തുമ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത്തരത്തിലാണ് പുസ്തകത്തിൽ ഇറങ്ങി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിത്ത് നടുന്ന സമയമെല്ലാം ഗ്രഹങ്ങളുടെ പൊസിഷനുമായിട്ട് 10ാം നിയമം എന്നെല്ലാം പറയുന്നത് കേൾക്കാം. പണ്ട് നെല്ല് വിതക്കുന്നതെല്ലാം ഈ സൂര്യൻ്റെയും ഭൂമിയുടെയും എല്ലാം പൊസിഷൻ അനുസരിച്ച് കൊയ്യുന്ന കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പഞ്ഞമാസം എന്ന് ചിലത് പറയും, സുഭിക്ഷതയുടെ മാസം ഇന്നതാണെന്ന് പറയും. ചില ചെടികൾ ഇന്ന സമയത്ത് നടണം എന്നെല്ലാം പറയും. അപ്പം ഋഷികൾ യജ്ഞങ്ങൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ നടത്തിയിരുന്നത്. തളിക്കുന്നതിനുള്ള യജ്ഞങ്ങൾ നടക്കുമ്പോൾ തളിക്കാനുള്ള വെള്ളം കൊണ്ടുവരിക എന്ന് പറയുന്നത്, വെള്ളമെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? കാലാവസ്ഥ, സീസണിനെ അടിസ്ഥാനമാക്കിയാണ് വെള്ളം കിട്ടുന്നത്. നമ്മളെ യജ്ഞത്തിന് വേണ്ട വെള്ളം ഓരോ സീസണിലാണ് മഴയായിട്ട് പെയ്ത് കിട്ടുന്നത്, അല്ലാതെ എല്ലാ കാലത്തൊന്നും കിട്ടുന്നില്ല. ആ വരുന്ന വെള്ളം ഇവിടെയെല്ലാം സംഭരിച്ച് വെക്കും, കുളത്തിലും എല്ലാം ഉണ്ടാവും. അതെടുത്ത് നമ്മൾ യജ്ഞങ്ങൾ നൽകും. അപ്പം ആ വെള്ളം കൊണ്ടുവരുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ്.
നീ വിദ്വേഷം പുലർത്തുന്നവരുടെ ശത്രുക്കളുടെ മാരണമാകുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ അതിനെയെല്ലാം തച്ചുടക്കുന്നത് കാലം തന്നെയാണ്. കാരണം ഭയങ്കര വളർച്ച ഉണ്ടാകുമ്പോൾ ചൂട് കൊണ്ട് വെട്ടിത്തിളച്ച് ഭൂമിയിലൊന്നുമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മഴയായിട്ട് പെയ്തിട്ട് നമ്മുടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. മഴ വളരെയധികം പെയ്ത് കഷ്ടപ്പാടാകുമ്പോൾ വേറൊരു സീസൺ വരും. അപ്പം എല്ലാം ഒരുമാതിരി ശാന്തമാണ്. അപ്പം എല്ലാം പരസ്പരം ഒരു സന്തുലനാവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത് കാലം. ഇനി 29 അതിലെ ദേവതയും യജ്ഞം തന്നെയാണ്. അങ്ങനെ ഇവിടെ തിന്മയുടെ എല്ലാ പ്രതീകങ്ങളും ഇല്ലാതായിരിക്കുന്നു. തിന്മകൾ, ഈ ലോകത്തിൽ നടക്കുന്ന ദുഷിച്ച കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത് കാലം തന്നെയാണ്. യജ്ഞത്തിലൂടെയാണ് അത് ഇല്ലാതാകുന്നത്. നമ്മുടെ കഷ്ടപ്പാട് ദൂരീകരിക്കണമെങ്കിൽ യജ്ഞം ചെയ്യണം. വിശക്കുമ്പോൾ വിശക്കുന്നു, തിന്നാനൊന്നും ഇല്ലെങ്കിൽ പോയി ജോലിക്ക് പോകണം. അപ്പം അധ്വാനിച്ചു കഴിഞ്ഞാൽ പണം കിട്ടും, ഭക്ഷണം വാങ്ങിയിട്ട് കഴിക്കാം. അല്ലാതെ ഒന്നും ചെയ്യാതെ ഒരു യജ്ഞവും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. അപ്പോൾ മനുഷ്യന് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? വിശപ്പ് തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വിശപ്പാണ് അവനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. വിശപ്പ് ഒരു തിന്മ തന്നെയാണ്, എല്ലാവരും ഒന്നും പറയുന്നില്ല. വിശപ്പ് തിന്മ തന്നെയാണ്. ദാരിദ്ര്യം, പട്ടിണി എല്ലാം തിന്മ തന്നെയാണ്. പക്ഷെ ഇതിനെല്ലാം മനുഷ്യൻ ഓവർകം ചെയ്യുന്നത് യജ്ഞത്തിലൂടെയാണ്. അങ്ങനെ ലോകം പുരോഗമിച്ച പണ്ടത്തെ മാതിരിയൊന്നുമല്ല ഇപ്പോൾ. എത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു. പണ്ടുള്ള ഭക്ഷണ രീതിയാണോ ഇന്നുള്ളത്? ഇന്ന് ഉണ്ടാക്കുന്ന ധാന്യങ്ങൾ പോലും തന്നെ ചിലവാതെ ചിലയിടത്തെല്ലാം നഷ്ടപ്പെട്ട് കളയുന്നുണ്ട്. രാക്ഷസീയ ബിംബങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ പ്രതിബന്ധങ്ങളെ എല്ലാം നമ്മുടെ യജ്ഞത്തിലൂടെ തരണം ചെയ്തുകൊണ്ട് വരികയാണ്. രാക്ഷസീയ ബിംബങ്ങൾ എല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു. പണ്ട് കാലത്ത് വെയിലത്ത് മഴയത്തെല്ലാം എങ്ങനെയാണ് കഴിച്ചു കൂട്ടുവാനെല്ലാം ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു. കാരണം ഓല ചെറിയ കുടിലുകളായിരിക്കും. മഴ പെയ്യുമ്പോൾ അതെല്ലാം അടിച്ച് കാറ്റടിച്ച് കൊണ്ടുപോകും, ചോരും. പക്ഷെ ആ പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മൾ യജ്ഞത്തിലൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ എല്ലാം യജ്ഞം നടത്തി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഈ മഴ പെയ്യുമ്പോൾ വെയിൽ വരുമ്പോൾ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതിൻ്റെ അകത്ത് AC എല്ലാം, ഫാന് എല്ലാം നമ്മൾ യജ്ഞത്തിലൂടെ നേടിയിരിക്കുന്നു. അതുകൊണ്ട് രാക്ഷസീയ ബിംബങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ സുഖത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും പണ്ട് ഗോത്ര കാലഘട്ടത്തിലെ പോലെ തന്നെ സീസണാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്കത് അനുഭവപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ യജ്ഞത്തിലൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ നമ്മളെല്ലാം അതിനെല്ലാം ഓവർകം ചെയ്യാൻ പഠിച്ചു. അതെല്ലാം സന്താപത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളാണ്. കാരണം അങ്ങനെയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം, വെള്ളമില്ലാത്ത പ്രശ്നം, മഴയില്ലാത്ത പ്രശ്നം, ഇതെല്ലാം നമ്മുടെ സന്താപത്തിൻ്റെ മൂല കാരണങ്ങളായിരുന്നു പണ്ട് കാലത്ത്. മഴയില്ല, മഴ പെയ്തിട്ടേ വെള്ളമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? യജ്ഞം ചെയ്തു. എന്ത് ചെയ്തു? മഴ പെയ്യുന്ന സമയത്ത് അണക്കെട്ട് കെട്ടി വെള്ളം സംഭരിച്ചു വെച്ചു. അതിന് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഭൂമിക്കടിയിൽ വെള്ളമുള്ളത് കണ്ടെത്തിയിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തുരന്ന് അടിയിൽ പോയിട്ട് ഭൂമിയിലുള്ള വെള്ളം എടുക്കും. ഇങ്ങനെ ഇതെല്ലാം സന്താപത്തിൻ്റെ മൂല കാരണങ്ങളായിരുന്നു. പക്ഷെ അതിനെയെല്ലാം നമ്മൾ യജ്ഞത്തിലൂടെയാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ, അതല്ല യജ്ഞമാണ്, മനുഷ്യൻ്റെ യജ്ഞത്തിലൂടെയാണ് ഇതെല്ലാം ദൂരീകരിച്ചത്. അക്രമമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ യജ്ഞത്തിലൂടെ ശത്രുക്കളെ നശിപ്പിച്ചു. അക്രമമൊന്നും ആവശ്യമില്ല. പണ്ട് കാലത്ത് അക്രമം ആവശ്യമുണ്ടായിരുന്നു. ഗോത്ര കാലഘട്ടത്തിൽ മനുഷ്യരെന്താ ചെയ്യാന്ന് വെച്ചാൽ ദാരിദ്ര്യം. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവനെവിടെയെങ്കിലും അടുത്ത നാട്ടിലെല്ലാം തിരിച്ചില്ല, അവിടെ എവിടെയെങ്കിലും കുറച്ച് ഭക്ഷണം വെച്ച് വല്ലവരും കഴിക്കുന്നുണ്ടെങ്കിൽ അവനെ മുഴുവൻ കൊന്നിട്ട് ആ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങോട്ട് പോയി. ഗോത്ര കാലഘട്ടത്തിൽ കയ്യൊപ്പുള്ളവൻ്റെ കാലഘട്ടമായി അക്രമത്തിലൂടെയാണ്. പക്ഷേ ഇന്ന് അതിനൊന്നും പോകണ്ട. ഇന്നാ ചെയ്യുന്നതും ശരിയല്ല. ഇന്ന് നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ പറമ്പത്ത് കളച്ച് നടാൻ നോക്കണം. നട്ട് കഴിഞ്ഞാൽ
നമുക്ക് പറിച്ചു തിന്നാം. ഇല്ലേ അധ്വാനിച്ചാൽ പോയി അധ്വാനിച്ചു കഴിഞ്ഞാൽ ശമ്പളം കിട്ടും, പുറമേ നിന്ന് കടയിൽ നിന്ന് പോയി വാങ്ങി തിന്നാം. അപ്പൊ ഇന്ന് അക്രമമാർഗം വേണ്ട. അക്രമമാർഗമെല്ലാം ഗോത്ര കാലഘട്ടത്തിലായിരുന്നു. കൊളോണിയലിസത്തിലും ഉണ്ടായിരുന്നു. കൊളോണിയലിസത്തിൽ വിദേശികൾ വന്നിട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇവിടെയുള്ളവരെ കൊണ്ട് പാടുപിടിച്ച് കഷ്ടപ്പിടിച്ച് കൃഷി ചെയ്യിപ്പിച്ചിട്ട് എല്ലാം അടിച്ച് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി സുഭിക്ഷമായി അവിടുത്തെ ജനം കഴിക്കുമായിരുന്നു. അതെല്ലാം അക്രമമാണ്. ഇപ്പം അതല്ല. ഇപ്പം അവരവരുണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ ഓജസ്സുള്ള ഈ യജ്ഞത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു മഹിമക്കായിട്ട്. പക്ഷെ ഈ യജ്ഞങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ശുദ്ധീകരിച്ച് നല്ല യജ്ഞങ്ങളാക്കി മാറ്റണം. ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് കൃഷി ചെയ്യുന്ന എത്ര പാടുപെട്ടിട്ടാണ് ഓരോ ആളും മൺവെട്ടിയെടുത്ത് കിളച്ച്. പക്ഷേ ആ യജ്ഞങ്ങളെ നമ്മൾ ശുദ്ധീകരിച്ച് ഇപ്പം യന്ത്രങ്ങളിലൂടെ ഒരുപാടില്ല. നില ഒഴുകാനൊന്നും ഒരു പ്രശ്നമില്ല. കാളയും വേണ്ട, ഒന്നും വേണ്ട, യന്ത്രങ്ങൾ വന്ന് ഒഴുകി കൊണ്ടുപോകും. അതാണ് യജ്ഞങ്ങളെ ശുദ്ധീകരിക്കുക. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല പ്രൊഡക്റ്റുകൾ കിട്ടും. അപ്പം മഹിമയാർന്ന യജ്ഞങ്ങളെ ശുദ്ധീകരിച്ചെടുക്കണം. യജ്ഞങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റണം. ഇനി 30 ഭൂമിയുടെ അരയിൽ മടിത്തട്ടിൽ കിടക്കുന്നതാണ് യജ്ഞം. പറഞ്ഞതിനർത്ഥം എല്ലാ യജ്ഞങ്ങളും ഭൂമിയിൽ വെച്ചാണ് നടത്തുന്നത്. നമ്മുടെ യജ്ഞങ്ങളെല്ലാം പ്രധാനമായിട്ട് ഭൂമിയിൽ വെച്ചാൽ, പിന്നെ പുറത്ത് മുകളിൽ പോയിട്ട് ബഹിരാകാശത്തെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതും ഇവിടെയുള്ള വസ്തുക്കൾ അവിടെ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥ ഭൂമിയുടെ മടിത്തട്ടിലാണ് നമ്മളുടെ യജ്ഞങ്ങളെല്ലാം കിടക്കുന്നത്. അതേസമയം അത് സൂര്യൻ്റെ മടിത്തട്ടുമായിട്ട് ബന്ധനത്തിലുമുണ്ടായ യജ്ഞങ്ങൾ. നമ്മളിവിടെ നടക്കുന്ന യജ്ഞങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. സൂര്യനുണ്ടെങ്കിലേ ഭൂമിയുള്ളൂ. ഭൂമിയിൽ ഈ സീസണെല്ലാം കിട്ടുന്നത് സൂര്യനുള്ളത് കൊണ്ട് മാത്രമാണ്. സൂര്യൻ്റെ ചുറ്റും ഭൂമി ഒരു പ്രത്യേക ക്രമത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ സീസണും മഴയെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്തുണ്ട്? ആ സൂര്യനുമായി നമ്മുടെ എല്ലാ യജ്ഞങ്ങൾക്കും ബന്ധമുണ്ട്. സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ആണ്, അല്ലെങ്കിൽ സീസൺ അനുസരിച്ചാണ് നമ്മൾ പലതും ചെയ്യുന്നത്. 10-ാം ഉദയത്തിന് ചെടി നടും, ഇങ്ങനെയെല്ലാം ഓരോന്ന് കൃഷി ചെയ്യുന്നതിനെല്ലാം ഓരോ കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂര്യൻ, നമ്മൾ ഭൂമിയിലാണ് യജ്ഞങ്ങൾ നടക്കുന്നത്. ഭൂമിയുടെ മടിത്തട്ടിലാണ് യജ്ഞം നടക്കുന്നുണ്ടെങ്കിലും അത് സൂര്യനുമായിട്ട് മടിത്തട്ടുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഓജസ്സിന് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നല്ല കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഞാൻ യജ്ഞങ്ങൾ നൽകുമ്പോൾ, അതവിടെ നിന്ന് ആ തേജസ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൂര്യൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പകലല്ലേ അധികം ജോലി ചെയ്യുക, ചെടി നടുന്നതെല്ലാം പകലായിരിക്കും. അപ്പോൾ ആര് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? സൂര്യൻ നോക്കിയിരിക്കുന്നുണ്ട്. സൂര്യൻ നോക്കാത്ത സമയത്ത് നമ്മൾ ചെടി നടുന്നു. രാത്രി അധികം മെനക്കെടില്ല. സൂര്യ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുക. അപ്പോൾ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ നാഡികളിലൂടെയെല്ലാം യജ്ഞത്തിനെ പ്രേരിപ്പിക്കുന്നതും സൂര്യനാണ്, ഗ്രഹങ്ങളാണ്. അതെല്ലാം പിന്നീട് മനസ്സിലാക്കണം. അപ്പം സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഗ്നിയുടെ ജിഹ്വയാണ് ഈ യജ്ഞം. ഏത് യജ്ഞം ചെയ്യേണ്ടെങ്കിലും അതിനെന്ത് വേണം? അഗ്നി വേണം, ഊർജം വേണം. അഗ്നി എന്നത് ഊർജമായിട്ട് കാണണം. അപ്പം അഗ്നിയുടെ ജിഹ്വയാണ് ഈ യജ്ഞം. അത് ഓരോരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിൽ യജ്ഞം നടത്തുകയാണ്. ലോകത്തിൽ പലയിടത്തും പല യജ്ഞം നടക്കുന്നുണ്ട്. നമ്മളിവിടെ തെങ്ങ് നടുകയാണെങ്കിൽ വേറെ കാലത്ത് തമിഴ്നാട്ടുകാർ പച്ചക്കറി നടും, വേറെ ആസാമിലെല്ലാണെങ്കിൽ ആപ്പിളോ മറ്റോ നടും. അപ്പം പല ദേശങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലതരം യജ്ഞങ്ങൾ നടക്കുന്നു. എന്തിൻ്റെ സഹായത്താൽ? ഊർജത്തിൻ്റെ സഹായത്താൽ. അതിലൂടെ പ്രകൃതി ഫലങ്ങൾ നമ്മൾ നേടുവാനായിട്ട് ശ്രമിക്കുന്നു.
അതിലൂടെയാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നത്. പലതരം കാര്യങ്ങൾ പ്രകൃതിയിൽ യജ്ഞങ്ങൾ നടക്കുക, ലോകത്ത് മുഴുവൻ യജ്ഞങ്ങൾ നടക്കുകയാണ്. അതിലൂടെയാണ് പല പല ഭൂതര വസ്തുക്കളും, റേഡിയോ ആയാലും ടി വി ആയാലും തേങ്ങയായാലും മാങ്ങയായാലും പലതരത്ത് നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചും പ്രൊഡക്ഷൻ കൂട്ടിയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി 31 ഈശ്വര പ്രേരണയാൽ ഞാൻ ഈ യജ്ഞങ്ങളെ സൂര്യരശ്മികൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നു. നമ്മുടെ യജ്ഞങ്ങളെല്ലാം കാലവുമായിട്ട് സൂര്യൻ്റെ ആകർഷണ ബലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യജ്ഞങ്ങൾ ശുദ്ധമാകുന്നത്. നമ്മളൊരു കൃഷി നടുമ്പോൾ സൂര്യൻ്റെ ആകർഷണ ബലമെല്ലാം നോക്കിയിട്ടാണ് കൃഷി നടുന്നത്. അല്ലാതെ നല്ല മേടമാസത്തിൽ നല്ലോണം വെയിലറ്റ് കിടക്കുന്നിടത്ത് പൊതുവേ നമ്മൾ കൃഷിപ്പണിക്കൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ സൂര്യരശ്മികളെ കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് എന്ന് പറയാം. സൂര്യരശ്മികളെ ഇവിടെ സൂര്യൻ്റെ ആകർഷണ ബലം, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അകലം, അല്ലെങ്കിൽ സീസണുമായിട്ട് കാലാവസ്ഥയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തിക്കണം. സൂര്യൻ്റെ രശ്മികൾ ആകർഷണ ബലങ്ങളാണ് കാലാവസ്ഥക്കെല്ലാം കാരണം. അതിനനുസരിച്ചാണ് നമ്മൾ യജ്ഞങ്ങൾ ശുദ്ധമായിട്ട് നടത്തുന്നത്, ശുദ്ധയജ്ഞങ്ങൾ നടത്തുന്നത്. അതായത് കാലത്തിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. എന്നിലൂടെ സോമരസത്തിനായി പിഴിഞ്ഞെടുത്ത തേജസ്സാണ് നീ. ആര്? യജ്ഞം. സോമരസത്തിലൂടെ പിഴിഞ്ഞെടുത്ത തേജസ്സാണ് യജ്ഞം. യജ്ഞത്തിലൂടെയാണ് നമ്മൾ ഇപ്പം സോമരസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആയുർവേദ മരുന്നുണ്ടാക്കുന്നത് എല്ലാം സോമമാണ്. പ്രപഞ്ചത്തിൽ എന്തെങ്കിലും പുതിയ സംഭവം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് സോമം എന്ന് പറയുന്നത്. ഉദാഹരണമായി ചോറ് ഉണ്ടാക്കാൻ വെള്ളവും അരിയും ആണ് സോമം, അഗ്നിയും. അതെല്ലാം കൂടിച്ചേർത്തിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന തേജസ്സാണ് ചോറ്. വെള്ളം അരിയൊന്നും ഒരു ഗുണമില്ല, വലിയ തിന്നാനൊന്നും പറ്റില്ല. തിന്നു കഴിഞ്ഞാലും വയറ്റിൽ സ്തംഭനം ഉണ്ടാവും, പല്ലും പോകും. എന്നാൽ അതിലൂടെ അഗ്നിയെല്ലാം ഉപയോഗിച്ചിട്ട് യജ്ഞം നടത്തിയാൽ ആ യജ്ഞത്തിലൂടെ പുറത്തു വരുന്ന തേജസ് ഉണ്ടല്ലോ, ആ തേജസ്സാണ് ചോറ്. അത് നല്ല തിന്നാൻ സുഖമുള്ള പരിപാടിയാണ്. അപ്പം യജ്ഞങ്ങളുടെയെല്ലാം തേജസ്സാണ് ഈ എല്ലാ യജ്ഞങ്ങളുടെയും, നമ്മൾ എന്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെയും തേജസ്സാണ് യജ്ഞം. യജ്ഞത്തിലൂടെയാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ശുക്രനാണ്. എന്തുകൊണ്ടാണ്? ശുക്രഗ്രഹമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും അധികം ബൗദ്ധിക സുഖങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ശുക്രദശ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭൗതികമായ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം യജ്ഞത്തിലൂടെയാണ്. അതുകൊണ്ട് ശുക്രൻ തന്നെയാണ് യജ്ഞം. അത് അമൃതമാകുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹനീയമായ വസ്തുവാകുന്നു. നമ്മൾ എന്തും പുതിയൊരു വസ്തു ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് അമൃതിന് സമാനമാണ്. അമൃതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, കഴിക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായത്. അതുപോലെ നമ്മളൊരു മൊബൈൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മൊബൈൽ യജ്ഞത്തിലൂടെ കണ്ടെത്തുകയാണെങ്കിൽ അത് അമൃതിന് സമാനമാണ്, ഏറ്റവും മഹത്വരമാണ് എന്നതാണ്. യജ്ഞത്തിലൂടെയാണ് ഏറ്റവും മഹത്വരമായ പുതിയ പുതിയ വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കാലത്തും ചവിട്ടി നശിപ്പിക്കാൻ പറ്റാത്ത പ്രകൃതി ദാനത്തിൽ പ്രകൃതി നമുക്ക് അമൂല്യമായ, ഒരിക്കലും നഷ്ടപ്പെടാത്ത പ്രകൃതി വസ്തുക്കൾ എപ്പോഴും പ്രകൃതി നമുക്ക് നൽകുന്നുണ്ട്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ നടത്തേണ്ടത്. നമുക്ക് യജ്ഞങ്ങൾ നടത്താനുള്ള പലതരം വിഭവങ്ങൾ, ഒരു കാലത്തും നശിക്കാത്ത വിഭവങ്ങൾ നമുക്ക് ലോകം തന്നിട്ടുണ്ട്. വീട് വെക്കാനുള്ള കല്ലും മണ്ണും എല്ലാം നമുക്ക് ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു കാലത്തും നശിക്കാത്ത പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയുടെ ദാനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ആദരിക്കപ്പെടേണ്ടതും സന്തോഷം നൽകുന്നതുമായ ലക്ഷ്യങ്ങൾ പിറക്കട്ടെ. അതിൽ നിന്നും പ്രകൃതിയിൽ നമുക്ക് എന്തെല്ലോ സാധനങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം കുഴിച്ചെടുത്തിട്ടാണ് ഭൂമിക്കടിയിൽ മണ്ണിൽ അലൂമിനിയം ഒരു മിശ്രിതമായിട്ടെല്ലാം കിടക്കുന്നുണ്ട്.
അതിനെയെല്ലാം എടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ വിമാനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദരിക്കപ്പെടേണ്ട വസ്തുക്കളും പ്രിയമുണ്ടാക്കുന്ന വസ്തുക്കളാണ് ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. നമുക്ക് പ്രിയമുണ്ടാകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന വസ്തുക്കളെല്ലാം, ഇപ്പം നല്ല മൊബൈൽ, അതിൻ്റെ അകത്തുള്ള ചിപ്പ് ഏതെന്നാണ് എടുക്കുന്നത്? മണ്ണിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ വസ്തുക്കളെല്ലാം ഭൂമി തന്നിട്ടുണ്ട്. നമ്മളിതിനെ എന്തെക്കണം? എല്ലാവരും ആദരിക്കുന്ന തരത്തിലുള്ള, നമുക്കെല്ലാ സന്തോഷങ്ങളും നൽകുന്ന തരത്തിലുള്ള വസ്തുക്കളാക്കി മാറ്റണം. ഏതിലൂടെയാണ് പക്ഷെ അത് നടക്കുക? യജ്ഞത്തിലൂടെ. അപ്പം യജ്ഞമാണ് ഇവിടെ ദേവത. യജ്ഞത്തിൻ്റെ കർമ്മം ചെയ്യേണ്ട, അതായത് അധ്വാനിച്ചിട്ട് ഇവിടെ കിടക്കുന്ന പ്രകൃതി പല വസ്തുക്കളും നമുക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ കർമ്മത്തിലൂടെ പുതിയ പുതിയ വസ്തുക്കളാക്കിയിട്ട് മാറ്റിയെടുക്കാം.